കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 2. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1956 നവംബർ 1 തീയതി കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതുവരെ മലയാളികളുടെ മാതൃദേശങ്ങൾ സ്വതന്ത്ര പദവിയും ഭരണാധികാരങ്ങളുമുള്ള തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമായ മലബാർ ജില്ലയായും വേർതിരിഞ്ഞ് കിടക്കുകയായിരുന്നു. 1948 ഫെബ്രുവരിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായ തിരുവിതാംകൂർ സംസ്ഥാനത്ത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ശ്രീ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറി. മാസങ്ങൾക്കുള്ളിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ മൂലം തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ പട്ടം താണുപിള്ളയും മന്ത്രിമാരായ ശ്രീ സി കേശവനും ശ്രീ ടി.എം. വർഗീസും ഉൾപ്പെടുന്ന 3 അംഗ മന്ത്രിസഭ രാജിവെച്ചു. തുടർന്ന് ശ്രീ പറവൂർ ടി.കെ. നാരായണപിള്ള തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ പുതിയ സർക്കാരിനും സമാധാനത്തോടെ കാര്യക്ഷമമായി നാട് ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ ശ്രീ ഇക്കണ്ട വാര്യർക്ക് തന്റെ മന്ത്രിസഭയുടെ കാലാവധി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. അധികം വൈകാതെ ഏകദേശം 15 മാസങ്ങൾക്കുള്ളിൽ, അതായത് 1949 ജൂലൈ 1 തീയതി തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. അതോടൊപ്പം സ്ഥാനമൊഴിഞ്ഞ തിരുവിതാംകൂറിന്റെ അവസാന മഹാരാജാവായ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയെ തിരുകൊച്ചിയുടെ രാജപ്രമുഖനായി കേന്ദ്ര സർക്കാർ അവരോധിച്ചു. ഇതിനിടയിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ശിഥിലമാവുകയും തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പട്ടം താണുപിള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും മന്ത്രിമാരായിരുന്ന ശ്രീ സി കേശവൻ, ശ്രീ ടി.എം. വർഗീസ്, ശ്രീ A.J. ജോൺ തുടങ്ങിയവരെല്ലാം അതിനകം കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. 1949 മുതൽ 1956 വരെ കഷ്ടിച്ച് 6 വർഷക്കാലം വരെ മാത്രം നിലനിന്ന ഇന്ത്യയിലെ ഒരു ഹ്രസ്വകാല സംസ്ഥാനമായിരുന്നു തിരുകൊച്ചി. 1949 ജൂലൈ 1 2 മുൻ രാജ്യങ്ങളായ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നാണ് ഈ സംസ്ഥാനം ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ യഥാർത്ഥ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. 1950 ജനുവരിയിൽ ഇത് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ അവസരത്തിൽ തന്നെ തിരുവിതാംകൂറിലെ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളായ വിളവൻകോട്, കൽക്കുളം, തോവാളൈ, അഗസ്തീശ്വരം എന്നീ താലൂക്കുകൾ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ നിന്നും വേർതിരിച്ചിരുന്നു. 1956 കർണാടക മുതൽ ഏതാണ്ട് കൊടുങ്ങല്ലൂർ വരെ നീണ്ടുകിടന്നിരുന്ന മലബാർ ജില്ലയിലെ മലയാളം സംസാര ഭാഷയായ പ്രദേശങ്ങളെയും ബ്രിട്ടീഷ് ഭരണപ്രദേശമായ മദ്രാസ് സംസ്ഥാനത്തെ സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർത്ത് ആധുനിക മലയാള സംസ്ഥാനം രൂപീകരിച്ചു. 1949 മുതൽ 1950 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിയും 1950 മുതൽ 1956 വരെ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചി അഥവാ തിരുകൊച്ചിയും 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് അഥവാ കേരള സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി നിലവിൽ വന്നു. 1949 മുതൽ 1956 വരെ നിലവിൽ വന്ന 3 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. 1949 മുതൽ 1956 വരെ തിരുവിതാംകൂറിന്റെ അവസാന രാജാവായ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മലയാള സംസ്ഥാനങ്ങളുടെ രാജപ്രമുഖനായി ചുമതലയേറ്റു. ഈ കാലയളവിൽ 5 മുഖ്യമന്ത്രിമാർ തിരുക്കൊച്ചിയുടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി. 1949 ജൂലൈ 1 മുതൽ 1951 ഫെബ്രുവരി 28 വരെ തിരുവിതാംകൂറിന്റെ ഭാഗമായ വടക്കൻ പറവൂരിലെ കരുമാല്ലൂർ സ്വദേശിയും സർവോപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവുമായ
ശ്രീ പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചിയുടെ പ്രഥമ മുഖ്യമന്ത്രിയായി 1 വർഷക്കാലം സംസ്ഥാനം ഭരിച്ചു. തുടർന്ന് 1951 ഫെബ്രുവരി 28 മുതൽ 1952 മാർച്ച് 12 വരെ 1 വർഷക്കാലം കോൺഗ്രസ് നേതാവും തിരുവിതാംകൂറുകാരനുമായ ശ്രീ C. കേശവൻ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി. 1 വർഷം കഴിഞ്ഞ് 1952 മാർച്ച് 12 കോൺഗ്രസ് നേതാവും തിരുവിതാംകൂറുകാരനുമായ ശ്രീ A. J. ജോൺ നാനാപറമ്പിൽ തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. എന്നാൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും 1954 മാർച്ച് 16 സ്വന്തം പാർട്ടിയിലെ സഹയാത്രികരാൽ അട്ടിമറിക്കപ്പെട്ടു. തുടർന്ന് 1954 മാർച്ച് 16 തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയുടെ സംസ്ഥാന ദേശീയ നേതാവുമായിരുന്ന ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ തമിഴ്നാടിനോട്, അതായത് മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂറിലെ തമിഴ്നാട് കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. എന്നാൽ രാജഭരണത്തിന്റെ ആസ്ഥാന മന്ദിരങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ആ 5 താലൂക്കുകളും വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയായ ശ്രീ പട്ടം താണുപിള്ള തയ്യാറായിരുന്നില്ല. ഈ അവസരത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുവച്ച ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോൻ തമിഴ്നാട് കോൺഗ്രസിന്റെ ആവശ്യങ്ങൾക്ക് ആദ്യം പരോക്ഷമായും പിന്നീട് പ്രത്യക്ഷമായും പിന്തുണ നൽകി. ഇക്കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയും പനമ്പിള്ളിക്കുണ്ടായിരുന്നു. അതുവഴി തമിഴ്നാട് കോൺഗ്രസിന്റെ സഹായത്തോടെ പട്ടം താണുപിള്ളയെ താഴെയിറക്കി 1955 ഫെബ്രുവരി 10 കോൺഗ്രസ് നേതാവും കൊച്ചി രാജ്യക്കാരനുമായ ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചിയുടെ അവസാന മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. എന്നാൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ താങ്ങി നിർത്തിയിരുന്ന തമിഴ്നാട് കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ അതിരുവിടുകയും തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് തന്റെ മുൻഗാമികളായ 4 മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ 1 വർഷത്തിനുള്ളിൽ, അതായത് 1956 മാർച്ച് 23 സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു. തുടർന്ന് 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെ തിരുക്കൊച്ചിയുടെ ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്തു. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരികയും 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നും PSP സ്ഥാനാർത്ഥി ശ്രീ CG ജനാർദ്ദനനോട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോൻ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ കേരളത്തിന്റെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനങ്ങളില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും അധികാരത്തിലേറുകയും ചെയ്തു.